എയ്മി. ഞാൻ അരൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി 23, 2022 അതിക്ക് മുമ്പ്, ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാനിവിടെ വരും, പ്രാർത്ഥിക്കും, മാതാവിനെ കാണും, ഓരോ കാര്യങ്ങളൊക്കെ പറയും, അങ്ങനെയായിരുന്നു. അപ്പോൾ രണ്ടാമതൊരു കുഞ്ഞ് എനിക്കില്ലായിരുന്നു. രണ്ടാമതായെങ്കിലും അത് അബോർഷനായിപ്പോയി. അതിന് ശേഷമാണ് ഇവനുണ്ടായത്. പക്ഷേ 4-ാം മാസത്തിൽ ബ്ലീഡിങ് ആയി. അപ്പോഴും ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. പക്ഷേ ഞാൻ മാതാവിനോട് പറയുമായിരുന്നു, എനിക്ക് ഈ കുഞ്ഞിനെ എനിക്ക് തരണമെന്ന് പറയുമായിരുന്നു. അത് കഴിഞ്ഞ് കുഴപ്പമില്ല. പിന്നെ 8-ാം മാസം ആയപ്പോഴേക്കും വയറ്റിൽ വെച്ച് തന്നെ പൊക്കിൾക്കൊടി വിട്ടുപോയി. ഞാൻ അല്ലെങ്കിൽ ഒന്നുകിൽ കുഞ്ഞ്, അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഇവൻ 3 ദിവസം ICUവിൽ കിടന്നെങ്കിലും ഒരു കുഴപ്പവും ഇല്ലാതെ മാതാവ് എനിക്ക് തന്നു. അതിനുശേഷം ഹസ്ബൻഡ് പുറത്താണ്. അപ്പം ഞങ്ങൾ 2 പേരും കൂടെ വന്ന് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞെങ്കിലും ആ ഒരു സമയത്ത് എനിക്കത് പറയാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് അതങ്ങനെ പോയി. ഇവന് 2 വയസ്സായപ്പോഴേക്കും ടെറസിൻ്റെ മേളിൽ നിന്ന് കുഞ്ഞ് താഴത്തേക്ക് വീണു. ആ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ എക്സ്റേയിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴേക്കും ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഈ കുഞ്ഞിൻ്റെ വീഴ്ചയിൽ സൺസൈഡിലേക്ക് തല ഇടിച്ചിട്ട് തല ഇങ്ങനെ മുഴച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഉള്ളിൽ പൊട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് എന്ത് വേണേലും സംഭവിക്കാമെന്ന് പറഞ്ഞു. ആ ഒരവസ്ഥയിലും എനിക്ക് എൻ്റെ ആദ്യം മനസ്സിൽ വന്നത് മാതാവാണ്. ഞാൻ പറഞ്ഞു, മാതാവേ, നീ എനിക്ക് തന്ന കുഞ്ഞാണ്, ഒത്തിരി വേദനകൾ അനുഭവിച്ചാൽ എനിക്കിവനെ തന്നത്. അപ്പം എനിക്കൊരു കുഴപ്പമില്ലാതെ ഈ കുഞ്ഞിനെ എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പം അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സ് ആണെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാവില്ല, നീ പേടിക്കണ്ട, വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ MRI സ്കാൻ എടുക്കണം. ഇവൻ താഴെ കിടക്കുന്നില്ല, കിടന്നാലേ അത് കറക്റ്റായിട്ട് അതിൽ കിട്ടുള്ളൂ. പക്ഷേ MRI സ്കാൻ എടുത്തപ്പോഴേക്കും ചെറിയൊരു പൊട്ടലാണ് തലയോട്ടിയുടെ ഭാഗത്തുള്ളത്. എന്നോട് ആ ഡോക്ടർ വന്ന് പറഞ്ഞു, ലക്കി മദറാണെന്ന് പറഞ്ഞു. കാരണം ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു കുഞ്ഞിനെ ഒന്നെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ വരാം, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു ഇവന് ഒരു കുഴപ്പവും ഇല്ല. പിന്നെ ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. ഇന്ന് വരെ എൻ്റെ കുഞ്ഞിന് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. അവൻ നല്ലൊരു കുഞ്ഞായിട്ട് തന്നെ വളരുന്നു. അതിന് രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്കൊരു ജോലിയായിരുന്നു. എഡ്യൂക്കേഷൻ ഗ്യാപ്പുള്ളത് കൊണ്ടിട്ട് പുറത്തേക്ക് പോകാൻ പല തവണ നോക്കിയെങ്കിലും അതൊന്നും നടന്നില്ല. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഫെബ്രുവരി 23, 2022 ഞാൻ ഉടമ്പടി എടുത്തത്. അതിനുശേഷം യൂറോപ്പിലുള്ള പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഒത്തിരി താമസങ്ങൾ വരും. പക്ഷേ ഞാൻ ഓരോ പ്രൊസീജിയറിനും ഞാനിവിടെ വന്ന് മാതാവിനെ കാണും, കാര്യങ്ങൾ പറയും. എനിക്കത് കുഴപ്പമില്ലാതെ പോകുമായിരുന്നു. പിന്നെ അതിനുശേഷം VFSൻ്റെ പ്രൊസീജിയർ എനിക്ക് മുംബൈയിലാണ് കിട്ടിയത്. അവിടെയും എനിക്കൊരു കുഴപ്പവും ഇല്ലാതെ ഞാൻ പോയി. പക്ഷേ എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും വന്നെങ്കിലും എനിക്ക് മാത്രം വന്നില്ല. അപ്പം ജൂലൈ 26-ാം തീയതി ഇതുപോലെ എല്ലാവരും പോയി, ജൂലൈ 23-നുമൊക്കെ പോയി. 26-ാം തീയതി ഞാൻ സന്ധ്യയ്ക്ക് ഇതുപോലെ പച്ചത്തിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു, മാതാവ്, എനിക്ക് നീ തരുന്നില്ലെങ്കിൽ വേണ്ട, എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു. പക്ഷേ ഞാനന്ന് ഒത്തിരി സങ്കടത്തോടെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷെ ആ സമയത്ത് എൻ്റെ മുമ്പിൽ മാതാവ് വന്ന് അത് ആദ്യം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത്, എനിക്കിവിടെ ഇതിൻ്റെ പേരിൽ എന്ത് കഷ്ടപ്പാടും ഉണ്ടായാലും അവിടെ ചെല്ലുമ്പോൾ എന്നെ നീ എല്ലാവരും പോലെ ഇട്ട് കഷ്ടപ്പെടുത്തരുത് എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ മറന്നുപോയി. പക്ഷെ അത് മാതാവ് മറന്നിട്ടില്ലായിരുന്നു. അന്ന് എന്നോട് വന്ന് പറഞ്ഞു, നീ എന്നോട് ഇങ്ങനെയല്ലേ പറഞ്ഞത്, അപ്പം അതിനു വേണ്ടി കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എനിക്ക് കഴിഞ്ഞ മാസം 18-ാം തീയതി വിസ വന്നു. ഞാൻ തിങ്കളാഴ്ച പോവുകയാണ്. എനിക്കിപ്പോൾ ഇവിടെ നിന്ന് തന്നെ ബസ് കാർഡ് ശരിയായി, റൂം ശരിയായി, ജോലി ശരിയായി, എല്ലാം ശരിയായി. ഞാൻ അവിടെ എത്തേണ്ട താമസം മാത്രമേ ഉള്ളൂ. എനിക്ക് തന്ന ഈ അനുഗ്രഹത്തിന് എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും തീരില്ലെന്ന് അറിയാം. എന്നാലും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് ജിൻഡോമോൾ ജോസഫ്. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജേക്കബ് കുര്യൻ. എൻ്റെ കുഞ്ഞിൻ്റെ പേര് ഐറിൻ മറിയം ജേക്കബ്. ഞാനിവിടെ വന്നത് 27/2/2027 വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കുവാൻ കാരണം എനിക്ക് 2 വർഷമായി എനിക്ക് PCOD എന്ന അസുഖമുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 2 വർഷമായി ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകുന്നില്ലായിരുന്നു. കുറേ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു, പക്ഷേ ഒന്നിനും ഫലമുണ്ടായിരുന്നില്ല. എൻ്റെ കൂട്ടുകാരി വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. അവൾ പറഞ്ഞത് വഴി ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്ത ആദ്യ മാസം തന്നെ എനിക്ക് വിശേഷമായി. അത് കഴിഞ്ഞ് ആദ്യ മാസം തന്നെ എനിക്ക് വിശേഷമായി. അതിനുശേഷം എനിക്ക് ആദ്യത്തെ സ്കാനിങ്ങിൽ ചെയ്തപ്പോൾ എൻ്റെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മേ മാതാവേ, നിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രത്യേക സാക്ഷിയായി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അടുത്ത സ്കാനിങ്ങിന് കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോരോ ഇതും വരുമ്പോൾ ഞാൻ പ്രത്യേകം ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ മാതാവേ, നിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രത്യേക സാക്ഷികളായി ഞങ്ങളെ മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചു. ഇവൾക്ക് 8 മാസമായപ്പോൾ എന്നെ പൂച്ച മാന്തിയിരുന്നു. അപ്പോൾ കുറേ കുത്തിവെപ്പ് എന്നെ വെച്ചിരുന്നു. എനിക്ക് പേടിയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് അവിടെ നിന്നപ്പോൾ അവിടെ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛനെ പോയി കാണുവാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അച്ഛനെ കണ്ടു. അച്ഛനെൻ്റെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് ആ കുത്തിവെപ്പിൻ്റെ ഒരു എഫക്റ്റും കുഞ്ഞിനുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞു എനിക്ക് സുഖപ്രസവം തന്നു. സുഖപ്രസവത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല, എനിക്ക് സഹനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. 6 മണിക്കൂറും എനിക്ക് പ്രസവ വേദനയും അതിനുശേഷം സിസേറിയൻ ചെയ്താണ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടിയത്. ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അവൾക്ക് മാതാവിൻ്റെ പേരിടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെ ഐറിൻ മറിയം ജേക്കബ് എന്ന് പേരിട്ടു. മറിയക്കുട്ടി എന്ന് അവളെ വീട്ടിൽ വിളിക്കും. അതിനുശേഷം ഞങ്ങൾ സെപ്പറേറ്റാണ് താമസിച്ചിരുന്നത്. ഹസ്ബൻഡ് വീട്ടുകാർ ആയിട്ട് ഞങ്ങൾ യാതൊരു കണക്ഷനും ഇല്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുമായിട്ട് ഞങ്ങളിപ്പോൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. പിണക്കങ്ങളെല്ലാം മാറി 2 കുടുംബവും സന്തോഷമായിട്ടാണ് താമസിക്കുന്നിരുന്നത്. പിന്നെ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് പുറയിലൊരു തടിപ്പുണ്ടായിരുന്നു. അത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്ത് കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചു, തൈലം പൂശി ചേട്ടനെ വിട്ടു. അത് ഓപ്പറേഷൻ ചെയ്യാതെ മരുന്നാൽ തന്നെ അത് മാറി. പിന്നെ 10 വർഷമായിട്ട് എൻ്റെ കസിൻ ചേച്ചിക്ക് പിള്ളേരില്ലായിരുന്നു. ചേച്ചിക്ക് വിശ്വാസമില്ലായിരുന്നു. എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായി, ഉടമ്പടി എടുത്ത് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായി, വിശ്വസിക്കണം എന്ന് പറഞ്ഞ് നിരന്തരം ഞാൻ പറഞ്ഞ് ചേച്ചിയെ കൊണ്ട് ഓൺലൈനിൽ ഉടമ്പടി എടുപ്പിച്ചു. തേനും കാശ് രൂപം കൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ചേച്ചി ഉടമ്പടി എടുത്ത് 2ാമത്തെ ഉടമ്പടിയിൽ ചേച്ചിക്ക് 10 വർഷം കൂടി ഒരു പെൺകുഞ്ഞിനെ നൽകി ഈശോയും മാതാവും അനുഗ്രഹിച്ചു. എനിക്ക് എല്ലാ അനുഗ്രഹവും തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു.